കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കം സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും മറ്റും ഇപ്പോഴും ചർച്ചയായി നീങ്ങുന്ന സാഹചര്യത്തിൽ പുതിയൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് നടി റോഷ്നി ആൻഡ്രോയ്. മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ആരോപണ വിധേയനായ യദുവിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് താരം. കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്ന സംഭവം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് റോഷ്ന പങ്കുവച്ചത്. മേയർ ആര്യയുമായി ബന്ധപ്പെട്ട വിവാദമുയർന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യം പരസ്യപ്പെടുത്തുന്നതെന്നും നടി പറയുന്നു. യദു ഓടിച്ചിരുന്ന KSRTC ബസിന്റെ ചിത്രങ്ങളടക്കമാണ് നടിയുടെ പോസ്റ്റ്. സഹോദരനൊപ്പം മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോകുമ്പോഴാണ് സംഭവം. കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഒരു വണ്ടിക്ക് മാത്രമേ പോകാനുള്ള സ്ഥലമുണ്ടായിരുന്നുള്ളൂ. തങ്ങളുടെ പിന്നിലെ KSRTC ബസ് തുടർച്ചയായി ഹോൺ അടിക്കുകയും ഇടിച്ചില്ല എന്ന മട്ടിൽ കാറിനെ മറികടക്കുകയും ചെയ്തു. തുടർന്ന് പിന്നിലായ തങ്ങളും ഹോൺ അടിച്ചു. വളരെ പെട്ടെന്ന് അയാൾ നടുറോഡിൽ ബസ് നിർത്തുകയും സ്ത്രീയാണെന്ന പരിഗണനയില്ലാതെ മോശമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു. തുടർന്ന് വഴിയിൽ MVDയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കവേ അവിടെയും ബസ് നിർത്തി ഡ്രൈവർ ഇറങ്ങി നാടകം കളിക്കുകയും റോക്കി ഭായ് ചമയുകയും ചെയ്യുകയായിരുന്നു. MVD പ്രശ്നം സോൾവ് ചെയ്തെങ്കിലും തന്നോട് മോശമായി പെരുമാറിയതിൽ വീട്ടിലെത്തിയിട്ടും സങ്കടം മാറിയില്ല. തുടർന്നാണ് മറ്റൊരു ഡ്രൈവറോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബസ്സിന് പിന്നിലൊരു ഫോൺ നമ്പർ ഉണ്ടാകുമെന്നും അതിൽ വിളിച്ച് പരാതി പറയാനും നിർദ്ദേശിച്ചത്. എന്നാൽ താൻ ബസിന്റെ ഫോട്ടോ നോക്കി വിളിച്ചപ്പോൾ ആ നമ്പർ നിലവിലില്ലെന്ന് പറയുകയായിരുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ഇതാണ് ഡ്രൈവർ യദുവിന് കിട്ടിയിട്ടുള്ളത്. എന്റെ മുഖത്തു നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടിയാൾക്കാരാണ് സാക്ഷി. കൂടെ സ്ഥലം MVDയും. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതും. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുമുണ്ടാകും. എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ. മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോകുകയായിരുന്ന ഞാനും എന്റെ സഹോദരനും കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികളിലായിരുന്നതുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സെയിം KSRTC ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്നെത്തുകയും എന്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇയാൾ ഇടിച്ചില്ല എന്ന മട്ടിൽ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. ഞാൻ വണ്ടി നിർത്തി സൈഡാക്കിയെങ്കിലും സ്ലോ മൂവിംഗ് ആയ ഏരിയ ആയതുകൊണ്ട് വീണ്ടും ഈ KSRTCക്ക് പുറകിൽ തന്നെ എത്തി. ഒരു രീതിയിലും സൈഡില്ലാത്ത ഏരിയ, അപകടമേഖല, പതുക്കെ പോകുക എന്ന വാണിംഗ് ബോർഡെല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് KSRTC ബസ്സുകാർ. ഞാനും വാശിയായി. അദ്ദേഹം എന്റെ പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിയ പോലെ ഞാനും നല്ല രീതിയിൽ ഹോൺ അടിച്ചു. വെരി ഫാസ്റ്റ്ലി എനിക്ക് റിപ്ലൈ കിട്ടി. അദ്ദേഹം നടുറോഡിൽ വണ്ടി നിർത്തി. അത്രയും യാത്രക്കാർ ഉണ്ടായിരിക്കെ റോക്കി ബൈ കളിക്കാൻ ഇറങ്ങി വന്നു. അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചതും. ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയുമില്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു. ഷോ കാണിച്ച് അയാൾ വണ്ടിയെടുത്ത് പോകുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിന്റെ അമർഷം കുറച്ചൊന്നുമായിരുന്നില്ല. KSRTC കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെ കയറ്റാൻ സൈഡാക്കി. ഞങ്ങൾ മുന്നോട്ട് പോരുകയും ചെയ്തു. അപ്പോഴാണ് MVDയെ കണ്ടത്. ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വിശദമായി അവരോട് പറഞ്ഞു. അകലെ നിന്ന് KSRTC ബസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടതേ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി അവിടെയും കുറെ നാടകം കളിച്ചു. പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്തു വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു. ട്രിവാൻഡ്രം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചു. KSRTCക്ക് പുറകിൽ ഒരു നമ്പർ ഉണ്ട്, അവിടേക്ക് വിളിച്ച് കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു. ആ ബസിന്റെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു. അതിലെ നമ്പർ നോക്കിയപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല. ഇയാൾക്കിപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായകമായെന്നും മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇതാണെങ്കിൽ സാധാരണക്കാരിയായ എന്നോട് കാണിച്ചതിൽ ഒരത്ഭുതവുമില്ലെന്നും നടി റോഷ്ന ഫേസ്ബുക്കിൽ കുറിച്ചു. ഇങ്ങനെ KSRTC ഡ്രൈവർ ആയതുകൊണ്ട് യദുവിന് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന അഹങ്കാരം തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകും. ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിവിടെ ഈ പോസ്റ്റ് ഇടുന്നത്. ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്തത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. വെറുതെ ആരും KSRTC ബസിന്റെ ഫോട്ടോ എടുത്ത് വെക്കില്ലല്ലോ എന്നും താരം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു.